നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് തരംതാണിരിക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ വലതു വ്യതിയാനം ആക്ഷേപിച്ച് VS നൽകിയ കത്ത് സെക്രട്ടേറിയറ്റ് തള്ളി. TP ചന്ദ്രശേഖരനെ പാർട്ടിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചുവെന്ന VSൻ്റെ അവകാശവാദം വസ്തുതാവിരുദ്ധമാണെന്നും സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. VSനെതിരെ അച്ചടക്ക നടപടി എടുക്കണമോ എന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിക്കുമെന്നും പിണറായി വിജയൻ അറിയിച്ചു. ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് ഇന്ന് രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് VS അച്യുതാനന്ദനെതിരായ പ്രമേയം പാസാക്കിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ച് പാർട്ടി നേതൃത്വത്തിന് VS അച്യുതാനന്ദൻ നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് ചോർന്ന സാഹചര്യത്തിലാണ് ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. വിഭാഗീയമായ ഉദ്ദേശത്തോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശൈലി VS തുടരുകയാണ്. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് VS തരം താഴ്ന്നിരിക്കുന്നു. പാർട്ടിയിൽ ഫാസിസ്റ്റ് മനോഭാവം ആരോപിക്കുകയും ചെയ്യുന്ന പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് VS തരം താണിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വിഷയം വീണ്ടും ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുന്ന VSന്റെ നടപടിയെ പ്രമേയം ശക്തമായി വിമർശിക്കുന്നു. പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് തുടർച്ചയായി VS അച്യുതാനന്ദൻ സ്വീകരിക്കുകയുണ്ടായി. സോളാർ സമരവുമായി ബന്ധപ്പെട്ട് VS അച്യുതാനന്ദൻ ഉന്നയിച്ച ആക്ഷേപം പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള സാങ്കല്പികതയുടെ ഭാഗമാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള സങ്കല്പകഥയുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം അവതരിപ്പിച്ചിരിക്കുന്നത്. സമരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും അവസാന തീരുമാനം LDF ആണ് എടുത്തതെങ്കിലും എല്ലാ പ്രശ്നങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചതിനാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതെന്ന വിലയിരുത്തൽ പാർട്ടി നടത്തിയെന്ന VSന്റെ അവകാശവാദം തെറ്റാണ്. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന് VSനെതിരെ പാർട്ടി മുമ്പെടുത്ത നടപടികളും പ്രമേയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് VS അച്യുതാനന്ദൻ തുടർന്നു വരുന്ന അച്ചടക്ക ലംഘനം അവസാനിപ്പിക്കുന്നില്ല എന്നാണ്. ഒരു സഖാവിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ഘടകത്തിൽ സഖാവിനെ ഉൾപ്പെടുത്തുന്നത്. പാർട്ടി കൂട്ടായി ചർച്ച ചെയ്താണ് അത്തരം തീരുമാനങ്ങൾക്ക് രൂപം നൽകുന്നത്. VS അച്യുതാനന്ദനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാസാക്കിയ പ്രമേയത്തിലെ പരാമർശമാണ് ഇവ. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം CPMൽ VSന്റെ സ്ഥാനം എന്തായിരിക്കുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ പരാമർശം നൽകുന്നത്. ആലപ്പുഴയിൽ നിന്നും B ബാലഗോപാൽ, റിപ്പോർട്ടർ. പിണറായി വിജയൻ്റെ പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്ന VS അച്യുതാനന്ദൻ. സമ്മേളന കാലത്ത് ഒരു നടപടിയും പാടില്ലെന്ന CC നിർദ്ദേശമുണ്ട്. താൻ കത്തയച്ചത് PBക്കാണ്. അവരുടെ മറുപടിയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചായിരിക്കും തൻ്റെ നിലപാട് എന്നും VS പറഞ്ഞു. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ആധാരമാക്കിയാണ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അത് കേരളത്തിൽ പാർട്ടിയിൽ സംഘടനാ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും പാർട്ടി സഖാക്കൾക്കെതിരായി ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളും നടപടികളും സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാനതെല്ലാം സംസാരിച്ചിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനെ ആധാരമാക്കിയായിരിക്കും വിജയൻ ഇന്ന് ഇതേ സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞു. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ. അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ്. ഞാനൊരു കത്തയച്ചത് പോളിറ്റ് ബ്യൂറോയ്ക്കാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരിവിടെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എൻ്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്.
ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ എൻ മാധവൻകുട്ടി, ശ്രീ കെ എം ഷാജഹാൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ എൻ മാധവൻകുട്ടി, എങ്ങനെ വിലയിരുത്തുന്നു ഈ പുതിയ സാഹചര്യത്തെ? വളരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ദൗർഭാഗ്യകരമെന്ന് തന്നെ പറയണം. അല്ലാതെ ഇതിൽ ആഹ്ലാദിക്കാൻ എന്താണുള്ളത്? ഈ പറയുന്ന പാർട്ടിയുടെ ആലപ്പുഴ സമ്മേളനം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ട് പാർട്ടി പുന്നപ്പുറ വയലാർ സമരഭൂമിയിൽ നിന്ന് സമ്മേളനം നടക്കുന്നതിന്റെ തലേന്ന് പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് നിരന്തരം അച്ചടക്കരാഹിത്യത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെടുകയും പാർട്ടിയെ നിരവധി പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും പാർട്ടിയിൽ നിലനിർത്താൻ പാർട്ടി ഒഴിഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദൻ പാർട്ടി വിരുദ്ധർക്ക് വേണ്ടി ഈ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ തലേന്ന് പാർട്ടി താൻ എഴുതിയ ഒരു കുറിപ്പ്, അത് പത്രക്കുറിപ്പോ ഉൾപാർട്ടി രേഖയോ എന്ന് എന്ത് വേണമെങ്കിൽ അത് വായിക്കുന്നവർക്ക് തിരിച്ചറിയും എന്താണെന്നുള്ളത്. അത് പുറത്ത് മനോരമയെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ CPM വിരുദ്ധ ഒരു മാധ്യമത്തിന് ചോർത്തിക്കൊടുത്ത് അതിനുശേഷം അവര് തെരഞ്ഞെടുപ്പ് ഈ നമ്മുടെ സമ്മേളനത്തിന്റെ തലേന്ന് വ്യാപകമായ പാർട്ടി അപകീർത്തിപ്പെടുത്തുന്ന ഒരു 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 നീക്കത്തിന് വി.എസ്. പോയി. പക്ഷെ വി.എസ്.നെ അറിയുന്നവർ നീണ്ട കാലമായിട്ട് അദ്ദേഹത്തിന്റെ വൈര്യനിര്യാത ഒരു ഒരു പെരുമാറ്റങ്ങളും പാർട്ടിയോടുള്ള അത് പാർട്ടിയേക്കാൾ വലുതാണെന്നുള്ള അദ്ദേഹത്തിന്റെ തൻപ്രമാണിത്വവും അറിയുന്ന എന്നെ പോലെയുള്ള സാധാരണ പത്രപ്രവർത്തകരും പാർട്ടി സ്നേഹിതർക്കും ഇതും പ്രതീക്ഷിച്ചിരുന്നു, ഇതും ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു അവസരം ഡെസ്പറേറ്റ് ഹോപ്പ് ഉണ്ട്. അതായത് നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക്, അതായത് അവസാനത്തെ ഒരു ആഗ്രഹം, അത് അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങും, പാർട്ടിയുടെ ഐക്യത്തിന്. ശ്രീ എൻ മാധവൻകുട്ടി, നാളെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർത്തുന്നത് ശ്രീ വി.എസ്. അച്യുതാനന്ദനാണ്. അപ്പോൾ നാളെ കൊടി ഉയർത്തുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ പാർട്ടിയുടെ ഇത് നിയന്ത്രിക്കുന്ന പ്രസീഡിയത്തിൽ ഉൾപ്പെടുന്ന ഒരു സഖാവ് അത് അച്ചടക്ക ലംഘനം നടത്തി എന്ന് സെക്രട്ടേറിയറ്റ് പ്രമേയം പാസ്സാക്കുമ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണത്? കാരണം വി.എസ്. അച്യുതാനന്ദൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും നൽകിയ കത്ത് അത് പുറത്തു കൊടുത്തത് അച്യുതാനന്ദനാണ് എന്ന് എങ്ങനെയാണ് പാർട്ടി കണ്ടെത്തിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്യുതാനന്ദൻ പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്ന് ഒരു പ്രമേയം സെക്രട്ടേറിയറ്റ്, പൂർണ്ണ സെക്രട്ടേറിയറ്റ് അല്ല, സെക്രട്ടേറിയറ്റിലെ കുറച്ച് പേർ ചേർന്ന് പാസ്സാക്കി പുറത്തു കൊടുക്കുന്ന അത്തരമൊരു രീതി പാർട്ടിക്ക് ഇതിനു മുമ്പുണ്ടോ? പാർട്ടിക്ക് വി.എസ്. അച്യുതാനന്ദന്റെ നടപടികളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ ചെയ്തികളും ഒരുമിച്ച് കൂട്ടി വായിക്കാൻ കഴിയുകയില്ല എന്നാണോ പ്രകാശ് ധരിച്ചിരിക്കുന്നത്? നീണ്ട കാലമായിട്ടുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങളെ നിർലജ്ജം ഉപയോഗിച്ചു കൊണ്ടിരുന്ന സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ ഈ കുറിപ്പ് അദ്ദേഹം അറിയാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾക്ക് ലഭിക്കുമെന്ന് പാർട്ടി മനസ്സിലാക്കി അത്തരത്തിൽ അതിന് അന്വേഷണം നടത്തി അതിനുശേഷം അദ്ദേഹത്തിനെ പരസ്യമായി തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ആ അച്ചടക്ക സങ്കല്പത്തിന് ഒരിക്കലും കൂട്ടി നിൽക്കാൻ കഴിയുകയില്ല. ശ്രീ മാധവൻകുട്ടി, അങ്ങനെയാണോ? കാരണം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് വി.എസിൻ്റെ ഈ കത്ത് അത് തൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, അങ്ങനെ ഒരു കത്തുണ്ട്, അത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കും എന്നാണ്. അതായത് അന്വേഷണം നടന്നിട്ടില്ല. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കത്ത് പുറത്തു വന്നിട്ടുള്ളത് ദില്ലിയിൽ നിന്നാണ് മാധ്യമങ്ങളിൽ ആ വാർത്ത വരുന്നത്, കേരളത്തിൽ നിന്നല്ല. അങ്ങനെ ഇരിക്കെ ഇത് വി.എസ്. മാത്രമല്ല, ഇന്നിപ്പോൾ പാർട്ടിയുടെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ഉള്ളടക്കം നൽകിക്കൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് 8-ാം തീയതിയും 9-ാം തീയതിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി കത്ത് ചർച്ച ചെയ്യുകയും തള്ളുകയും ചെയ്തു എന്നാണ്. അപ്പോൾ വി.എസിൻ്റെ കയ്യിൽ മാത്രമല്ല പലരുടെ കയ്യിലും ഈ കത്തുണ്ട്. ഇത് വി.എസ്. അച്യുതാനന്ദനാണ് പുറത്തുവിട്ടത്, അതുകൊണ്ട് വി.എസ്. അച്യുതാനന്ദൻ അച്ചടക്കം ലംഘിച്ചു എന്ന് കണ്ടെത്താൻ സഹായകമായ എന്തെല്ലാം വസ്തുതകൾ, ഏത് അന്വേഷണം, ആരുടെ നേതൃത്വത്തിൽ? അല്ല പ്രകാശ്, അത് വി.എസ്. ചോർത്തിക്കൊടുത്തുവെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് വായിച്ചാൽ, അതൊന്ന് കേട്ടാൽ കൊള്ളാം. എവിടെയാണ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പറഞ്ഞു? വായിച്ചു കേൾപ്പിക്കൂ. പ്രമേയത്തിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് വി.എസ്. അച്യുതാനന്ദൻ പാർട്ടിക്ക് ഇങ്ങനെ ഒരു കത്ത് നൽകി, ആ കത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു, ആ ചർച്ച ചെയ്ത കത്ത് അത് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് വഴി വി.എസ്. അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്ത് അച്ചടക്ക ലംഘനമാണ് ശ്രീ മാധവൻകുട്ടി വി.എസ്. നടത്തിയതായിട്ട് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരിക്കുന്നത്? എവിടെയാണ് വി.എസ്. അച്യുതാനന്ദൻ ചോർത്തിക്കൊടുത്തു എന്ന് സെക്രട്ടേറിയറ്റിൽ ആ വാചകം ഒന്ന് വായിക്കൂ.
ഏത് അച്ചടക്ക ലംഘനമാണ് ശ്രീ മാധവൻകുട്ടി ഇന്ന് VS അച്യുതാനന്ദൻ നടത്തിയിരിക്കുന്നത്? മറുപടി പറയൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KM ഷാജഹാൻ, VS അച്യുതാനന്ദൻ എന്ന കേന്ദ്ര കമ്മിറ്റി അംഗം അച്ചടക്ക ലംഘനം നടത്തിയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വിട്ടുകൊണ്ട് ആ അച്ചടക്ക ലംഘനം തുടരുന്നു. അതുകൊണ്ട് അതാണെന്ന് പ്രമേയത്തിൻ്റെ ഉള്ളടക്കം. എങ്ങനെയാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെ പരിമിതമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രം ചേർന്ന ഒരു സെക്രട്ടേറിയറ്റിന് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാൻ കഴിയുക, അത് മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയുക? അല്ല പ്രകാശ്, ഇത് മാധവൻകുട്ടി എത്ര ക്ഷുഭിതനായിട്ടും ഇതിനകത്ത് കാര്യമൊന്നുമില്ല. ഇതിൽ ഈ പ്രകാശ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കത്ത് പുറത്തു വന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്ര നേതൃത്വവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മലയാള മനോരമയിലെ ജോമി തോമസ് എന്ന് പറയുന്ന പത്രലേഖകന്റെ പേരിലാണ് ഈ കത്ത് ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ആ ജോമി തോമസ് എന്ന് പറയുന്ന ആ പത്രപ്രവർത്തകന് പോളിറ്റ് ബ്യൂറോയിലെ മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ള പല പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ളതായിട്ടാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ന് മാത്രമല്ല ആ പ്രസ്താവനയിൽ ഈ കത്ത് പുറത്തേക്ക് ചോർത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് താൻ ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് തന്നെ പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും VS അച്യുതാനന്ദനാണ് അത് ചോർത്തിയത് എന്നുള്ള ഒരു പ്രിസംഷന്റെ അടിസ്ഥാനത്തിലാണ് പത്രസമ്മേളനം തന്നെ നടന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ കത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിന്ന് പല മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുമായി അടുത്ത ബന്ധം ഉള്ള ജോമി തോമസ് എന്ന് പറഞ്ഞ പത്രലേഖകന്റെ പേരിലാണ് ഈ വാർത്ത ഈ കത്ത് ആദ്യം മലയാള മനോപത്രത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് VS അച്യുതാനന്ദൻ ചോർത്തുന്ന സ്വഭാവം ചിലപ്പോൾ VS അച്യുതാനന്ദൻ കണ്ടേക്കാം. പക്ഷേ ഇത്തവണ VS അച്യുതാനന്ദൻ ചോർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ഈ കത്ത് VS ചോർത്തിയതാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ പ്രമേയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെടുന്ന ഘടകങ്ങളിലേക്ക് അംഗമാകുന്നത് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം രൂപീകരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ VS അച്യുതാനന്ദൻ ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? ഇന്നത്തെ സംഭവഗതികൾ ഒരു ദിശാസൂചകമായി എടുക്കുകയാണെങ്കിൽ പ്രകാശ്, അടുത്ത സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടാകാൻ ഇടയില്ല. 80 വയസ്സിന് മേലുള്ള ആൾക്കാർ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകണം എന്ന നിലപാട് ഇതിനു മുമ്പ് പാർട്ടി എടുത്തുള്ളപ്പോൾ അദ്ദേഹത്തിന് എക്സെപ്ഷൻ നൽകിയിരുന്നു പല കാരണങ്ങളാൽ. ആ എക്സെപ്ഷൻ ഇത്തവണ നൽകും എന്ന് കരുതാൻ സ്വാഭാവികവും നിർവാഹമില്ല. ഒരു കാര്യം ഞാൻ PK പ്രകാശ്, താങ്കൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. VS അച്യുതാനന്ദൻ പല ഘട്ടങ്ങളിലായി ഈ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുള്ള പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത ഒരു രേഖ തന്നെ, അല്ലെങ്കിൽ കത്തോ ഒരു കുറിപ്പോ ഒക്കെ ലേഖനമായി, മുഖലേഖനമായി ഒരു പ്രധാനപ്പെട്ട മലയാള പത്രത്തിൽ പിറ്റേ ദിവസം അടിച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, അത്തരമൊരു സാഹചര്യത്തിൽ അനവരതം ഈ അച്ചടക്ക ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, VSനെ പോലെ ഒരാൾ, പത്രക്കാർ ചോദിക്കുകയാണ് അദ്ദേഹത്തോട് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ പേരിൽ ജോമി തോമസിന്റെ ആ കുറിപ്പുണ്ടല്ലോ ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞ വിശുദ്ധമായ ആ വിഭവം, അത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഒരാൾ അങ്ങനെ ആധികാരികമായി, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, 15 വർഷമായി മന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളാണ് കേരളത്തിൽ. ഏത് സാഹചര്യത്തിലും ഒരു മന്ത്രിയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നയാളാണ്. പാർട്ടി പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഇങ്ങനെ ഒരാളല്ലാതെ ഒരാൾ അത്തരമൊരു നിലപാട് എടുത്തുകൂടാ. ഏറ്റവും മുതിർന്ന നേതാവാണെന്ന് ആലോചിക്കണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സംസ്ഥാന സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് വിഭാഗീയതയുടെ ഒരു ചരിത്രമുണ്ട്. VS അച്യുതാനന്ദൻ ഒരു ഭാഗത്ത് എപ്പോഴുമുണ്ട്. പക്ഷേ അന്നൊന്നും സംസ്ഥാന സമ്മേളനത്തിന് തലേന്ന് അടിയന്തിരമായി ഒരു സെക്രട്ടേറിയറ്റ് ചേർന്ന് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അദ്ദേഹത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ തുടർച്ച ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടപടി, അത് ഇന്നിപ്പോൾ രഹസ്യമായിട്ടല്ലല്ലോ പിണറായി വിജയൻ പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു, അതിൻ്റെ പകർപ്പും നൽകുന്നു.
അതിന് അച്യുതാനന്ദൻ അയാൾ എന്ന് പിണറായി വിജയനെ വിളിച്ചുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നു. അത്ര ആവേശത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. പോളിറ്റ് ബ്യൂറോ വരട്ടെ, അവരൊക്കെയാണ് ഞാൻ കത്തുകൊടുത്തത്, അവരുടെ തീരുമാനത്തിന് ശേഷം പറയാം എന്ന് പറയുന്നു. നാളെ ഇതേ അച്യുതാനന്ദനാണ് കൊടിയുയർത്തുന്നതും സമ്മേളനം നിയന്ത്രിക്കുന്നതുമായ ഒരു സഖാവ്. ഇതേ പിണറായി വിജയനാണ്, അച്യുതാനന്ദന് മാനസികാവസ്ഥ പാർട്ടി വിരുദ്ധമാണ് എന്ന് പറയുന്ന ഇതേ പിണറായി വിജയനാണ് ഒപ്പമിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത ഈ സവിശേഷ സാഹചര്യം ഇത് എന്തുകൊണ്ടുണ്ടായി? ഇത് എങ്ങനെ മുന്നോട്ട് പോകും? അതേ സംബന്ധിച്ച് താങ്കൾ ഈ സൂചിപ്പിച്ച ഇതപര്യന്തം സംഭവിച്ചിട്ടില്ലാത്ത സംഭവഗതികൾ അരങ്ങേറുന്നു എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ദുഃഖകരമാണെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അതിന് നേരിട്ടേ പറ്റൂ പാർട്ടി നേതൃത്വത്തിന്. ഇത് പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ന് അവതരിപ്പിച്ച ആ പ്രമേയമുണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട് VS ഒരു പ്രീഎംപ്റ്റീവ് മൂവ് നടത്തിയതിനാലാണ് തങ്ങൾക്കിങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്നും ഈ പ്രതികരണത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരമുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന കാര്യം നാം മറക്കരുത്. എന്ന് പറയുമ്പം ഇത് VS വരുത്തി വെച്ച സ്വയംകൃത അനർത്ഥമോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യമോ അലിബിയോ ഉപയോഗിച്ച് പുറത്തേക്ക് പോകാനുള്ള നേരാവണ്ണം പുറത്തേക്ക് വഴി കാണിക്കില്ല നിങ്ങളെങ്കിൽ പുറത്തേക്ക് പോയി തന്നെ ഞാൻ രക്തസാക്ഷിയാകും എന്ന നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ രക്തസാക്ഷ്യത്തിനു വേണ്ടി അലഞ്ഞടക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഭൂഷാ പാർട്ടികളിൽ പോലും കേരളത്തിൽ. ആ അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നുവോ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് അതും പ്രാഥമിക പരിഗണന കൊടുക്കുമ്പോൾ ഈ പാർട്ടി സ്ഥാപനത്തിന് മുൻകൈ എടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക അംഗത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം മറന്നാൽ ആ മറന്ന ഉത്തരവാദിത്വം എന്ത് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ബാക്കിയുള്ളവർക്കുണ്ട് എന്ന് അറിയണം VS അച്യുതാനന്ദൻ. ശ്രീ N. മാധവൻകുട്ടി, ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു, ഇനി അച്ചടക്ക നടപടികൾക്ക് പ്രസക്തിയില്ല എന്നാണ്. മാത്രമല്ല പോളിറ്റ് ബ്യൂറോ അദ്ദേഹത്തിൻ്റെ കത്തിന് ഇവിടെ വരുമ്പോൾ മറുപടി നൽകുമെന്നും മറുപടി നൽകിയില്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അച്യുതാനന്ദൻ TP കേസിൽ, അതിനു മുമ്പ് മൂന്നാറുമായി ബന്ധപ്പെട്ട നിരവധി ലാവ്ലിൻ കേസിൽ എല്ലാം പാർട്ടിക്ക് കത്തുകൊടുക്കുക, അത് മാധ്യമങ്ങളിൽ വരിക, അതുമായി ബന്ധപ്പെട്ട് നിരന്തര സംഘർഷം പാർട്ടിയുമായി ഉണ്ടാവുക. പക്ഷേ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ, മുഖ്യമന്ത്രിയാക്കാൻ എല്ലാം കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു, അല്ലെങ്കിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ആ ഉറപ്പ് അച്യുതാനന്ദൻ ഉള്ളിടത്തോളം കാലം, അതുകൊണ്ടാണ് അയാൾ പുച്ഛരസത്തിൽ അയാൾ എന്ന് VS അച്യുതാനന്ദൻ പിണറായിയെ വിളിക്കുന്നത്. എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റിക്ക് ഇതുവരെയുള്ള ചരിത്രം വച്ച്? അല്ല, ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറയേണ്ടത് ഞാനല്ല. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, ഇതുവരെ കേന്ദ്ര നേതൃത്വം എടുത്തിരുന്ന ഒരു അക്കോമഡേഷൻ സഖാവ് VS അച്യുതാനന്ദന് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ യഥാർത്ഥത്തിലുള്ള വാർത്താ പ്രാധാന്യം ഈ അച്ചടക്ക ലംഘനത്തിന് പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് ശേഷം താങ്കൾ ചോദിച്ച പോലെ നാളെ സമ്മേളനത്തിന് കൊടിയുയർത്താൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയും? അദ്ദേഹത്തിന്റെ മനസാക്ഷി അനുവദിക്കുമോ? അദ്ദേഹത്തെ കൊടിയുയർത്താൻ അനുവദിക്കുന്നതിന്റെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന്റെ ആ സഖാക്കളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതെല്ലാം വളരെ 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 സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇനി അറിയേണ്ടത് ഇത്തരത്തിലുള്ള പരസ്യമായ ആ അച്ചടക്ക ലംഘനത്തിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം സഖാവ് VS അച്യുതാനന്ദന് ഏത് നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടരാൻ കഴിയുക, ഏത് സ്ഥാനത്താണ് അദ്ദേഹത്തിന് തുടരാൻ കഴിയുക, പാർട്ടിയിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനങ്ങളിൽ തുടരാൻ കഴിയുമോ, പാർട്ടിയിലെ ഘടകങ്ങളിൽ തുടരാൻ കഴിയുമോ, എന്ത് അച്ചടക്ക നടപടിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചുള്ള അവശേഷിക്കുന്ന ആകാംക്ഷ. ശ്രീ മാധവൻകുട്ടി, മുമ്പ് ചരിത്രമുണ്ടല്ലോ, VSനെ മത്സരിപ്പിക്കാതിരുന്ന സാഹചര്യം, അദ്ദേഹം മത്സരിച്ചു, DIC ബന്ധം, അദ്ദേഹം ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങളെത്തി. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ചു, പ്രതിപക്ഷ നേതാവായി. അപ്പോൾ VS അച്യുതാനന്ദൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം വെച്ച്, ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു മാധ്യമങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ട ഏതാണ്ട് 2000 മുതൽ 2015 വരെയുള്ള ചരിത്രം അനുസരിച്ച് ഇതിനെയെല്ലാം VS പുല്ലുപോലെ അതിജീവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ അതായത് ആനത്തലവട്ടം ആനന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല, കാരണം അദ്ദേഹം പതാക ജാഥയിലാണ്. പല പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഇന്ന് അത്തരം ജാഥകളിലാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു പരിമിതമായ രീതിയിൽ.
ആ സെക്രട്ടേറിയറ്റ് ഒരു പ്രമേയമുണ്ടാക്കുന്നു, അത് മാധ്യമങ്ങൾക്ക് നൽകുന്നു. തിരക്ക് കൂടിപ്പോയോ സംസ്ഥാന നേതൃത്വത്തിന്? തീർച്ചയായിട്ടും തിരക്ക് കൂടിയില്ലെന്നല്ല, വളരെ വൈകിപ്പോയി എന്ന രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരിക്കൽ ഒരു സഖാവിനെ പാർട്ടിക്ക് അതീതനാണെന്ന് പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണാമമാണ് ഇന്ന് CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടരാൻ കഴിയുമെങ്കിൽ സഖാവ് VS അച്യുതാനന്ദന് ഒരു അച്ചടക്ക ലംഘനത്തിന് അതിന് നടപടിയെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സഖാവ് അച്യുതാനന്ദൻ പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്ററിസം, അതായത് മുഖ്യമന്ത്രിയാവണം, സ്ഥാനത്തിരുന്നു കൊണ്ട് പാർട്ടി വിമർശിക്കണം, താൻ പ്രമാണിത്വം, ഇതെല്ലാം രാഷ്ട്രീയവും അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഇടതുപക്ഷ നാട്യമാണ്. കാരണം യഥാർത്ഥത്തിൽ സഖാവ് VS അച്യുതാനന്ദൻ വലതുപക്ഷ അധികാരമോഹത്തിന്റെയും പാർലമെന്ററിസത്തിന്റെയും പ്രതീകമാണ്. ആ പാർലമെന്ററിസത്തിന്റെ മറുപടി അദ്ദേഹത്തിന് ലഭിക്കാവുന്ന വോട്ടുകളുടെ കണക്ക് മനസ്സിൽ കണ്ടുകൊണ്ട്, അത് ഭയപ്പെട്ടുകൊണ്ട് പാർട്ടി അച്ചടക്ക നടപടി എടുക്കാതിരുന്ന നിമിഷം മുതൽ ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ പരിണാമമാണ് ഇന്ന് പാർട്ടിയുടെ ആലപ്പുഴ സമ്മേളനത്തിന്റെ തലേന്ന് അദ്ദേഹം പാർട്ടിയോട് കാട്ടിയ വഞ്ചന. ശ്രീ KM ഷാജഹാൻ, എന്താണ് CPIM-ൽ നടക്കുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഈ രീതിയിലാണെങ്കിൽ ഈ പാർട്ടി, ഇപ്പോൾ നമുക്കറിയാം അച്യുതാനന്ദൻ്റെ ബദൽ രേഖ മാത്രമല്ല, സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിക്ക് പ്രകാശ് കാരാട്ടിൻ്റെ രേഖയ്ക്ക് ബദലായി നൽകിയ നയപരമായ രേഖ, അതിൻ്റെ പഞ്ചാബി പരിഭാഷ പുറത്തു വന്നിരിക്കുന്നു. അത് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സഖാവ് തന്നെയാണത് അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ CPIM-ന് അച്യുതാനന്ദനെ നിയന്ത്രിക്കാൻ കഴിയുമോ? അത് എന്തറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയെപ്പറ്റി ആകെ തന്നെ ഒന്നും ചെയ്യാൻ ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയോ ഈ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയില്ല എന്ന ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണോ അച്യുതാനന്ദൻ ഇന്നിപ്പോൾ സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ ഒരു ചെറുപക്ഷം പോലും തന്നോടൊപ്പമില്ല എന്നറിഞ്ഞിട്ടും ഈ സമ്മേളനത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല പ്രകാശ്, 100% അതാണ്. ഈ CPM-ന്റെ അവസാന നാളുകൾ കാണുകയാണ് നമ്മൾ. അതിന് യാതൊരു തർക്കവും വേണ്ട. ബംഗാളിൽ ഈ പാർട്ടി ഇല്ല. CPM-ന്റെ പാർട്ടി ഓഫീസുകളിൽ ഇപ്പോൾ BJP പാർട്ടി ഓഫീസുകളാണ്. ഇപ്പോൾ പിന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ 250-300 വോട്ട് വെച്ചിട്ടാണ് ഈ പാർട്ടിക്ക്, മഹത്തായ ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ ഈ പാർട്ടി UDF-ന്റെ അവസാന നാളുകളിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ UDF-കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അകമഴിഞ്ഞ് ആഹ്ലാദിക്കാനുള്ള വക VS അച്യുതാനന്ദനും ഈ പിണറായി വിജയനും കൂടെ ചേർന്ന് നൽകിയിരിക്കുകയാണ്. അവർക്കൊരു 5 വർഷവും കൂടി ഏതാണ്ട് പൂർണ്ണമായി ആ കാര്യത്തിൽ പിണറായി അച്യുതാനന്ദനും ഒരുപോലെയാണ് കേട്ടോ. രണ്ട് ഭാഗത്താണെങ്കിലും UDF-ന് അനുകൂലമാക്കി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിക്കുന്നതിൽ പിണറായി വിജയനും അച്യുതാനന്ദനും ഒരുപോലെയുള്ള പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ VS അച്യുതാനന്ദൻ്റെ പാർലമെന്ററി മോഹത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ അതിനപ്പുറത്തെ പാർലമെന്ററി മോഹമാണ് ഈ പാർട്ടി നേതൃത്വത്തിനുള്ളത്. ഇപ്പോൾ VS അച്യുതാനന്ദൻ നടത്തിയ കടുത്ത വഞ്ചനയെക്കുറിച്ച് മാധവൻകുട്ടി സംസാരിക്കുമ്പോൾ ഈ കത്ത് ചോർന്നത് ഡൽഹിയിൽ നിന്നാണെന്നുള്ളത് കാണുന്നില്ല. VS അച്യുതാനന്ദനെതിരെ 30 ചാർജുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് അത് പത്രത്തിലേക്ക് ചോർത്തിയത് ഈ പാർട്ടിയുടെ വിപ്ലവ നേതൃത്വമാണെന്നുള്ളത് മാധവൻകുട്ടി കാണുന്നില്ല. അപ്പോൾ ഈ പാർട്ടി മുകുന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയൊക്കെ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം PS അച്യുതാനന്ദനും പിണറായി വിജയനും VS അച്യുതാനന്ദനും കൂടി മത്സരിച്ച് ഉമ്മൻചാണ്ടിക്ക് ഒരു 5 വർഷവും കൂടെ കൊടുക്കും എന്നുള്ളത് ഏതാണ്ട് ആലപ്പുഴ സമ്മേളനത്തോടുകൂടി ഉറപ്പാക്കി കഴിഞ്ഞു. കാരണം നാളെ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും ഒരേ സമ്മേളന വേദിയിൽ പ്രകാശ് പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോവുകയാണ്. നാളെ VS അച്യുതാനന്ദൻ കൊടിയുയർത്താൻ പോവുകയാണ്. കേരളത്തിൽ ഏറ്റവും ജീർണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോലും ഉണ്ടാകാത്ത അസംബന്ധ നാടകങ്ങൾ അടുത്ത 3 ദിവസം കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അണികളും ഇടതുപക്ഷ പാർട്ടി മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഈ പാർട്ടിയെ എവിടെ ഇരുത്തണം എന്ന് അച്യുതാനന്ദനും പിണറായി വിജയനും കൂടി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അവർ ഉമ്മൻചാണ്ടിക്ക് 5 വർഷവും കൂടെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തതോടുകൂടി എന്ന് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇപ്പോൾ പിണറായി വിജയൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു. പകരം കോടിയേരി ആണ് മുൻനിരയിൽ പകരക്കാരനായി കേൾക്കുന്നത്.
വി.എസ്. അച്യുതാനന്ദനാകട്ടെ പോരാട്ടം തുടരുകയാണ്. അച്യുതാനന്ദൻ ഇന്നിപ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കാനും പിണറായി വിജയൻ തിരിച്ച് പ്രതികരിക്കാനും എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത്? ഈ സമ്മേളനത്തിന്റെ ആസന്ന മുഹൂർത്തത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം, ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. കാരണം ഇന്ന് കൊടിയുയർത്തുന്ന ചിത്രം വരെ നമ്മൾ അതിൻ്റെ ലൈവ് കണ്ടിരുന്നല്ലോ. ആവേശകരമായ ഒരു അനുഭവം ഒന്നും ആളുകൾക്ക് തോന്നാതെ പോകുന്നത് ഈ അവസാന നിമിഷത്തിൽ കൊണ്ട് കുടമിട്ട് ഉടയ്ക്കുന്ന ഒരു വിഭാഗീയതയുടെ പ്രകാശനം തന്നെയാണ്. അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തന്നെ നമുക്കിനി ആരംഭിച്ചേ പറ്റൂ. അങ്ങനെ ആരംഭിക്കുമ്പോൾ ബംഗാളിലെ സംഭവത്തിൽ നാം ആത്മരതി ഉണ്ടാക്കരുത്. കാരണം ബംഗാൾ നമുക്ക് കേൾക്കുന്നത് പോലെയാണെങ്കിൽ അവിടുത്തെ CPM-ന്റെ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറുന്ന തൃണമൂൽ കോൺഗ്രസ് ആളികൂളി സംഘമാണ്. ഇരച്ചു കയറി ആൾക്കാരെ പുറകിൽ കൂടെ മറ്റേ CPM-ന്റെ ആൾക്കാർ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ വരെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കേട്ട് നാം ആത്മരതി കൊള്ളുകയല്ല വേണ്ടത്. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് പോലും ഒരു രാഷ്ട്രീയമുണ്ട് അതിൻ്റെ പുറകിൽ. അതിനു പകരം എപ്രകാരമാണ് ഇടതുപക്ഷം അത് നിവർന്നു നിന്ന് നേരിടേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. അതാണ് യഥാർത്ഥമായ ആലോചനയെങ്കിൽ ഇപ്പോൾ CPM-ന്റെ ക്യാമ്പിൽ നടക്കുന്ന ദുഃഖകരമായ സംഭവഗതികൾ ആര് മുഖാന്തിരമുണ്ടായി എന്ന് ആലോചിക്കണം. അത് V.S. അച്യുതാനന്ദൻ തന്നെയാണ് കാരണമെന്ന് എല്ലാ ചർച്ചകളിലും നമ്മളൊക്കെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു അങ്ങനെയാണെങ്കിൽ ഇത് V.S. അച്യുതാനന്ദനാണ് അതിന് കാരണമെങ്കിൽ CPI-നെ സംബന്ധിച്ച് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ എത്ര പ്രധാനപ്പെട്ട നേതാവാകട്ടെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അതിനൊരു രീതിയുണ്ടല്ലോ. ആ രീതി പാലിക്കപ്പെടാതെ പോകുന്നു. കാരണം V.S. അച്യുതാനന്ദൻ ഇന്നിപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ കുറവ്. പക്ഷേ അദ്ദേഹം എറിഞ്ഞ ചൂണ്ടയിലേക്ക് പിണറായി വിജയൻ ചാടിക്കയറി കൊത്തുമ്പോൾ അത് ഈ സമ്മേളനത്തെ അപ്പാടെ കൃത്യമായ അജണ്ടയായി നിശ്ചയിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിൽ പിണറായിക്കും ഒരു ലക്ഷ്യമുണ്ടാകാം, V.S. അച്യുതാനന്ദനും ഒരു ലക്ഷ്യമുണ്ടാകാം. അതെന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാനത് അത്തരം പിണറായി V.S. അച്യുതാനന്ദൻ്റെ ഡൈക്കോട്ടമി അല്ല ഞാൻ ഈ കാര്യത്തിൽ പ്രസന്റ് ചെയ്യുന്നത്. മറിച്ച് V.S. അച്യുതാനന്ദൻ വേഴ്സസ് പാർട്ടി എന്ന നിലയ്ക്കാണ്. V.S. അച്യുതാനന്ദൻ്റെ ചിന്താരഹിതമായ യുക്തിരാഹിത്യം നിറഞ്ഞ ഇത്തരം ആക്രമണങ്ങൾ, ഒറ്റയാൻ ആക്രമണങ്ങൾ പെട്ടെന്നൊരു പാർട്ടിക്ക് അതിന് നേരിടാൻ കഴിഞ്ഞൊന്നും വരില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥാപക നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ. അതുമാത്രമല്ല, ഉദാരമായ സമീപനമാണ് ഈ കാര്യത്തിൽ P.K. പ്രകാശ് നമുക്കൊക്കെ അറിയുന്നത് മാതിരി V.S. അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്ലേസ്മെന്റിന്റെ സവിശേഷത കൊണ്ട് തന്നെ ഈ പാർട്ടി ധാരാളമായി നൽകിയിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വം എവിടെയാണെന്ന് ഞാൻ നേരത്തെ ചോദിക്കുകയുണ്ടായി. കേന്ദ്ര നേതൃത്വം ഒരു പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ഒന്നായിരിക്കണം. എത്ര ഘട്ടങ്ങളാണ് അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടത്? ഓരോ ഘട്ടങ്ങളും അനുവദിക്കപ്പെടുമ്പോൾ ശ്രീ മാധവൻകുട്ടി സൂചിപ്പിച്ചത് മാതിരി വലതുപക്ഷ വ്യതിയാനത്തിന്റെ ആസുര ശക്തികളും വീക്ഷണങ്ങളും പാർട്ടിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്ന് എന്തുകൊണ്ട് ഈ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയില്ല? സമ്മേളനം തുടങ്ങുന്നതിന്റെ പതാക ഉയർത്തുന്നതിന്റെ 1 മണിക്കൂർ മുമ്പായിരുന്നുവോ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് പിണറായി വിജയനല്ല. പല ഘട്ടങ്ങളിൽ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം ഉന്നയിച്ചതാണ്. അപ്പോൾ വരട്ടെ, V.S. അച്യുതാനന്ദൻ പറഞ്ഞതുമാതിരി പോളിറ്റ് ബ്യൂറോ വരട്ടെ. പോളിറ്റ് ബ്യൂറോ വരുമ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഇനി അധികം ഇത് ചർച്ച ചെയ്യേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ബംഗാൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ, അത്തരം സംഭവഗതികൾ, ദുഃഖകരമായ സംഭവഗതികൾ അരങ്ങേറാതിരിക്കാനുള്ള ശ്രദ്ധ പാർട്ടി ഉത്തരവാദിത്തോടെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ K.M. ഷാജഹാൻ, V.S. അച്യുതാനന്ദൻ ഈ വരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകാനിടയില്ല എന്നാണ് പ്രമേയത്തിൻ്റെ അവസാന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അതാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ വരുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം വരുന്നതിന് മുമ്പ് അസാധാരണമായ നിലയിൽ ഇന്ന് ഒരു പ്രമേയം V.S. അച്യുതാനന്ദനെതിരെ പാസ്സാക്കുന്നത്. അതിനോട് അതേ നിലയിൽ തന്നെ V.S. അച്യുതാനന്ദൻ പ്രതികരിച്ചതും ഇതിനു മുമ്പുള്ള V.S. പിണറായി അല്ലെങ്കിൽ V.S. പാർട്ടി എന്ന നിലയിൽ ഉള്ള ഫൈറ്റ്, അതിനുശേഷം പിണറായി വിജയൻ്റെ പേര് കഴിഞ്ഞ തിരുവനന്തപുരം സമ്മേളനത്തിൽ അച്യുതാനന്ദൻ നിർദ്ദേശിച്ചതുപോലെ പിന്നീടുള്ള കെട്ടിപ്പിടുത്തം, ഇതിനു മുന്നിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന അണികൾ, ഇതാണോ ആവർത്തിക്കപ്പെടാൻ പോകുന്നത് അതോ അതിനപ്പുറത്തേക്കോ? അല്ല പ്രകാശ്, ഇതിനകത്ത് അഭൂതപൂർവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM-ന്റെ എനിക്ക് തോന്നുന്നൊരു CPM-ന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇത്രയും അഭൂതപൂർവമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഭാസ്കരേന്ദ്ര ബാബു ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നതിലുള്ള എൻ്റെ എന്തോ വലിയ ഹരത്തിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക്
ഉമ്മൻചാണ്ടിയുടെ കയ്യിലേക്ക് പിണറായി വിജയനും അച്യുതാനന്ദനും കൂടെ ചേർന്ന് ഈ പാർട്ടിയെ വെള്ളിത്തെളികയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനും അച്യുതാനന്ദനും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. നാളെയും പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിൽ കെട്ടിപ്പിടിച്ചാൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിണറായി വിജയനും അച്യുതാനന്ദനും കഴിഞ്ഞ ഒരു 6 മാസമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു എന്ന കാര്യം പ്രകാശം മറക്കരുത്. കഴിഞ്ഞ 6 മാസം 7 മാസക്കാലമായി പിണറായി വിജയന് പൂർണ്ണമായും വഴങ്ങി നിൽക്കുകയായിരുന്നു വി എസിന് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണ്? വഴങ്ങി നിന്നപ്പോൾ വി എസിനെ വല്ല പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കുമോ എന്നൊക്കെ സ്വപ്നം കണ്ടു. ഇടപെടുകയാണ് ശ്രീ ഷാജഹാൻ. പാർട്ടി കോൺഗ്രസ് എന്നാണ് ഈ സമ്മേളന നടപടികളെ പൊതുവിൽ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ആലപ്പുഴ നൽകുന്ന ചിത്രം പാർട്ടി CPIM കോൺഗ്രസ് ആകുന്നു എന്നാണ്. കോൺഗ്രസ്സുകാർക്ക് പോലും നാണം തോന്നുന്ന നടപടികൾ. വളരെ നന്ദി ശ്രീ മാധവൻകുട്ടി, ശ്രീ ഷാജഹാൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.